السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. അപ്പൊ നമ്മള് കഴിഞ്ഞ ആഴ്ച ഈ ആയത്തുമായി ബന്ധപ്പെട്ട് റുഷ്ദിനെ കുറിച്ചുള്ള ഒരു വിവരണം അതിൽ നമ്മൾ നടത്തി. എന്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു പദത്തെ കഴിഞ്ഞ ആഴ്ച കുറച്ച് കൂടുതൽ സൂറത്തുൻ നിസായിലെ അനാഥ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് യതീം കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തെ ഉദ്ധരിച്ച് റുഷ്ദ് എന്ന് പറയുന്ന വാക്കിന്റെ ഉള്ളിലുള്ള ഒരു വിശാല ആശയത്തെ അതിൽ ആ വാക്ക് വിഭാവനം ചെയ്യുന്ന അർത്ഥവ്യാപ്തിയെ എന്തിനാണ് നമ്മൾ ചർച്ച ചെയ്തത്? അത് ഇനി വരുന്ന വിഷയങ്ങളെ മൂസാ നബിയും ഹിളർ എന്ന സ്വാലിഹായ വ്യക്തിയും തമ്മിലുള്ള ചില വിഷയങ്ങളെ ആ ഒരു പ്രയോഗം നന്നായിട്ട് എടുത്തു കാട്ടുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ നമുക്കും അത് മനസ്സിലാവേണ്ടതുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെല്ലാം ചില സംഭവങ്ങൾ നടന്നത്. ഇനി ചില വിഷയങ്ങൾ ഇവിടെ പരാമർശിക്കാൻ പോവാണ്. കേൾക്കുമ്പോൾ രസകരമാണെങ്കിലും നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ തന്നെ അത് പിന്നെ അള്ളാഹുവിന്റെ ഖദർ ഖലാവുമായിട്ട് എല്ലാം തന്നെ ബന്ധപ്പെട്ട് നിൽക്കുന്ന വലിയൊരു ചിന്താ വിഷയത്തെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ദർശിക്കാൻ കഴിയും. മനുഷ്യർക്കിടയിൽ തന്നെ ഇത്തരത്തിലുള്ള അറിവുകളും ചിലർക്കുള്ള അറിവുകൾക്കപ്പുറം മറ്റുള്ളവർക്ക് ചില പറയുന്ന കാര്യങ്ങളെ മുൻപേ കണ്ടുകൊണ്ടുള്ള ചില അറിവുകളും അത് എങ്ങനെയാണ് അള്ളാഹുവിന്റെ മഹാ ഇൽമുമായി ഖദറുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നുള്ളതെല്ലാം ഒരു വലിയ ചിന്താ വിഷയമാണ്. അപ്പോ ഇവിടെ നമ്മൾ കഴിഞ്ഞ ആഴ്ച റുഷ്ദിനെ കുറിച്ചാണ് അതുകൊണ്ട് തന്നെ വളരെ വിശാലമായി സൂറത്തുൻ നിസായിലെ ആയത്തുകളെ വെച്ച് നമ്മൾ പരാമർശിച്ചത്. അപ്പൊ നമ്മൾ ഈ തൊട്ടടുത്തുള്ള ആയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് മൂസാ നബി ചോദിക്കുന്ന ആ ചോദ്യം അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന അദ്ദേഹത്തിന്റെ തേട്ടം നന്നായി മനസ്സിലാക്കിയിട്ടായിരിക്കണം ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വിഷയങ്ങൾ നമ്മൾ നോക്കി കാണേണ്ടത്. ഇവിടെ മൂസാ നബി പറയുന്നത് എന്താണ്, ചോദിക്കുന്നത് എന്താണ്? നിങ്ങൾ എന്നെ എന്താണ് പഠിപ്പിക്കേണ്ടത്? എന്തിനാണ് ഞാൻ നിങ്ങളെ പിന്തുടരുന്നത്? അലാ അൻ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുഷ്ദ, അങ്ങേക്ക് പഠിപ്പിക്കപ്പെട്ട ഈ പറഞ്ഞ റുഷ്ദിനെയാണ് ഞാൻ എന്താകുന്നത് ആവശ്യപ്പെടുന്നത് എന്നാണ് മൂസാ നബി ഇവിടെ ആവശ്യപ്പെടുന്നത്. അപ്പൊ അതുമായിട്ട് ആണ് ഇനി നമ്മളുടെ വിഷയങ്ങളെ നമ്മൾ ബന്ധിപ്പിക്കുന്നത്. ആ ഉല്ലിംത റുഷ്ദ എന്ന മൂസാ നബിന്റെ ആ ഒരു അഭ്യർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് മൂസാ നബിയുടെ ഇടപെടലിൽ നമുക്ക് കാണാൻ കഴിയുക. അപ്പോ ഈ റുഷ്ദ് എന്ന് പറയുന്ന വാക്ക് ഇനി മൂസാ നബി എങ്ങനെയാണ് നോക്കിക്കണ്ടത് എന്നും, എന്നാൽ ഹിളർ നബിയിൽ ആ ഇൽമി എങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്നുമെല്ലാമാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ആയത്തുകളിൽ അള്ളാഹു നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഖാലലഹു മൂസ, മൂസാ നബി അദ്ദേഹത്തോട് പറഞ്ഞു, ഹൽ അത്തബിഉക, ഞാൻ നിങ്ങളെ പിന്തുടരട്ടെയോ? അല അൻ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുഷ്ദ, നിങ്ങൾക്ക് പഠിപ്പിക്കപ്പെട്ട ഈ റുഷ്ദിൽ നിന്ന് ചിലത് എന്നെ നിങ്ങൾ ബോധ്യപ്പെടുത്തി തരാൻ പഠിപ്പിച്ച ഞാൻ നിങ്ങളെ പിൻപറ്റട്ടെയോ എന്നാണ് മൂസാ നബിയുടെ ചോദ്യം. ഖിളിർ നബി അതിന്റെ ഉത്തരം പറയാണ്, ഖാല ഇന്നക ലൻ തസ്തതിഅ മഇയ സബ്റ, അദ്ദേഹം പറഞ്ഞു, നിശ്ചയം നിനക്ക് എന്നെ പിന്തുടരാൻ നിനക്ക് സാധ്യമല്ല, കാരണം നിനക്ക് അതിന് കഴിയുകയില്ല. ഖാല ഇന്നക ലൻ തസ്തതിഅ മഇയ സബ്റ, എന്റെ കൂടെ ക്ഷമിച്ച് കഴിയാൻ നിനക്ക് സാധ്യമല്ല എന്നാണ് ഖിളിർ നബി മൂസാ നബി അലൈഹി സ്വലാമിനോട് തിരിച്ചു പറയുന്നത്. ഇവിടെ
ഈ ഒരു വർത്തമാനത്തിന് ശേഷം ഒരു അധ്യാപകന്റെ വിനയം നിറഞ്ഞ ഒരു ഇടപെടൽ കൂടി അള്ളാഹു കാണിക്കുന്നുണ്ട്. ഖാല വ കൈഫ തസ്ബിറു അലാ മാ ലം തുഹിതു ബിഹി ഖുബ്റ. താങ്കൾക്ക് സൂക്ഷ്മമായി അറിഞ്ഞിട്ടില്ലാത്ത ഒരു വിഷയത്തിൽ താങ്കൾക്ക് എങ്ങനെയാണ് ക്ഷമിക്കാൻ കഴിയുക എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ എന്നോടൊന്നും വിചാരിക്കണ്ട ട്ടോ, ഒരു ബഹുമാനം, ഒരു ആദരവ് അവിടെ ഉണ്ട് എന്നാണ്. അപ്പൊ ഈ രണ്ട് വർത്തമാനങ്ങൾ ഉണ്ടല്ലോ, ഖിളിർ നബിയുടെ, മൂസാ നബിയുടെയും പിന്നെ ഖിളിർ നബിയുടെയും ആമുഖമായി നടക്കുന്ന ഈ വർത്തമാനത്തില് പരസ്പരമുള്ള ബഹുമാനത്തെ, അഥവാ ഒരു സംഭാഷണത്തിലെ അദബിനെ അള്ളാഹു എടുത്തു കാട്ടുന്നുണ്ട്. അല്ലെ, അദബുൽ ഹിവാരി, ഒരു സംഭാഷണത്തിലെ ഒരു മാന്യമായ ശൈലിയും അതുപോലെ തന്നെ ബഹുമാനപൂർവമുള്ള ഇടപെടലും അള്ളാഹു എടുത്ത് കാട്ടുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ രണ്ട് പക്ഷത്തു നിന്നുമുള്ള അഭിപ്രായങ്ങളെ ഇരുവരും എന്താകുന്നുണ്ട്, ബഹുമാനപൂർവം തന്നെ അതിനെ നോക്കിക്കാണുന്നുണ്ട്. അപ്പൊ ഇമാം ഷഹറാവി ഇതിന്റെ ഉള്ളിലുള്ള കുറെ വിഷയങ്ങളെ അദ്ദേഹം നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നുണ്ട്. അദബുൽ ഹിവാരി, അതുപോലെ തന്നെ ഇഖ്തിലാഫുർ റഈ ബൈന ത്വറഫൈനി, രണ്ടു പേർക്കും ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം അവിടെ പ്രകടമാകുന്നത്? കാരണം ത്വരീഖത്തുൽ അഹ്കാമിൽ അല്ലാഹിരിയ, അഥവാ ഒരാളുടെ പിന്നെ ചിന്താ വിഷയം അല്ലെങ്കിൽ കർമ്മമേഖല, അത് ഹുക്കുമുമായി ബന്ധപ്പെട്ട ഒന്നാണ്. മറ്റൊന്ന് മാ ഖൽഫൽ അഹ്കാമി അല്ലാഹിരിയ, പ്രത്യക്ഷത്തിൽ നമുക്ക് കാണുന്നതിനപ്പുറം മുള്ള ചില ഹുക്കുമുകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു അറിവാണ് മറ്റൊരാളടുത്തുള്ളത്. പിന്നെ എന്താണ്, എന്നിട്ടും രണ്ടുപേരും എന്താവുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ പിന്നെ മാന്യമായ ശൈലിയിൽ വളരെ ബഹുമാനപൂർവം പിന്നെ തങ്ങളുടെ വാക്കുകൾ ഉപയോഗിച്ച് അവരെന്താക്കുന്നുണ്ട്, പരസ്പരം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് ഇമാം ഷാറാബി ഓരോന്നോരോന്ന് ഇതുപോലെ ഈ വാക്കിനുള്ളിൽ ഒരു ഗുരു തന്റെ ശിഷ്യനോടും ശിഷ്യൻ തന്റെ ഗുരുവിനോടും സ്വീകരിച്ചു പോകുന്ന മനോഹരമായ ഒരു സമീപനത്തെ ഇതുപോലെ അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ആദ്യമായിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ അദ്ദേഹം സ്വയം തന്നെ വിനയാന്യുതനായി ഞാൻ നിങ്ങളെ പിന്തുടരട്ടെയോ, ഞാന് അള്ളാഹുവിന്റെ കൽപ്പന പൂർവം വന്നതാണ് എന്നൊന്നും പറയാതെ തന്റെ വരവിനെ തന്നിലേക്ക് തന്നെ ചേർത്ത് വെച്ച് അതിൽ തന്നെ ഒരു വിനയം പ്രകടിപ്പിച്ച് താൻ അറിവ് നേടാൻ ആഗ്രഹിക്കുന്നവനാണ്, എനിക്ക് അറിവ് ആവശ്യമുണ്ട്, അതിനാൽ ഞാൻ അങ്ങയുടെ അരികിലേക്ക് വന്നിരിക്കുകയാണ് എന്ന് അദ്ദേഹം സ്വയം തന്നെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ അറിവ് ലഭിക്കാനുള്ള ആ വിനയത്തെ, ആ ത്വരയെ എല്ലാം തന്നെ അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു ഒരു പ്രവാചകൻ എന്നുള്ള നിലക്ക് ഈ വിശുദ്ധ ഖുർആനെ വായിച്ചു പോകുന്ന ഒരു വ്യക്തി ഇവിടെ മൂസാ നബി ഉപയോഗിക്കുന്ന വാക്കിൽ നിന്നും അദ്ദേഹത്തിന്റെ അറിവിന്റെ തലമേതാണെന്നും എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്തരം ഒരു വാക്കുകൾ ഉപയോഗിച്ചത് എന്നും വായിച്ചു പോകുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ബോധ്യപ്പെടണം. എന്തുകൊണ്ട് മൂസാ നബി അഹ്കാമുമായി ബന്ധപ്പെട്ട ഒരു പ്രവൃത്തി മേഖലയെ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ്, ശരീഅത്തിനെ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോ ഒരു പ്രവൃത്തി നടത്തുന്നതിന് മുമ്പ് അതിലുള്ള ഹറാമ് ഹലാല്, അത് ജായിസാണോ, അത് ഫർളാണോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട്, അത് നിഷിദ്ധമാണോ അനുവദനീയമാണോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു വിഷയത്തെ അവതരിപ്പിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് മൂസാ നബി ചോദിക്കുന്ന ചോദ്യവുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഓരോ കാര്യങ്ങളും പോകുന്നത്. ഖിളിർ നബി അതിനപ്പുറം നിൽക്കുന്ന ഒരു മഹാവ്യക്തിയായതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രവൃത്തി അദ്ദേഹത്തിന്റെ വിജ്ഞാന തലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു രൂപത്തിലുമാണ് പോകുന്നത് അവിടെ. അപ്പോ എന്നാലും രണ്ടു കൂട്ടരും പരസ്പരം ബഹുമാനിക്കുന്നു.
ഖാല ഇന്നക ലൻ തസ്തതിഅ മഇയ സബ്റാ. എന്റെ കൂടെ ക്ഷമിച്ചു കഴിയാൻ സഹോദര നിനക്ക് സാധ്യമല്ല എന്ന് വളരെ ബഹുമാനപൂർവം മൂസാ നബി പിന്നെ മൂസാ നബിയോട് ഖിളിർ നബി പറയുകയാണ്. തന്നെയുമല്ല, നിനക്ക് ക്ഷമിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോ ഇയാള് ഒരു എന്തോ ഒരു വലിയ ഒരു വ്യക്തിയാണോ, അല്ലെങ്കിൽ അങ്ങനൊന്നും പറഞ്ഞു തരാൻ പറ്റാത്ത എന്തൊക്കെയോ ചില കാരണങ്ങളാണോ, ഒരു പ്രവാചകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് മനസ്സിലാകാത്ത എന്തോ ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ടോ എന്നെല്ലാം തോന്നാതിരിക്കാൻ, അങ്ങനെ ഒരു തെറ്റായ ഒരു ചിന്ത തന്റെ ശിഷ്യനിൽ ഇല്ലാതിരിക്കാൻ ഉടനെ തന്നെ പറയാണ്, ഇതൊന്നും വിചാരിക്കണ്ട കേട്ടോ. അങ്ങനെ തന്നെയാണ് ഷാറാവി അതിനെ വ്യാഖ്യാനിക്കുന്നത് കേട്ടോ. ഇതൊന്നും വിചാരിക്കണ്ട, ഒന്നും കരുതണ്ട, എന്നെ കുറിച്ച് മോശം കരുതണ്ട കേട്ടോ. ഞാനിങ്ങനെ പറയുമ്പോൾ അതാണ് ഈ വർത്താനത്തിൽ എന്തുണ്ട്, വളരെ വിനയമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. നീ ഒന്നും കരുതരുത് കേട്ടോ, കാരണം കൈഫ തസ്ബിറു, കാരണം നിനക്ക് ക്ഷമിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ഉടനെ തന്നെ ആ എന്തുകൊണ്ട് ക്ഷമിക്കാൻ കഴിയില്ല എന്നും കൂടി പറയാണ് അദ്ദേഹം. കൈഫ തസ്ബിറു, എന്തുകൊണ്ട് നിനക്ക് ക്ഷമിക്കാൻ കഴിയില്ല എന്ന് നിനക്ക് അറിയോ? കാരണം നിനക്ക് താങ്കൾക്ക് സൂക്ഷ്മമായി അറിയാൻ കഴിഞ്ഞിട്ടില്ലാത്ത, അല്ലെങ്കിൽ പിന്നെ എത്തിപ്പെടാൻ കഴിയാത്ത ഒരു വിഷയത്തിൽ അങ്ങനെ ക്ഷമിക്കാൻ കഴിയുക എന്നുള്ളത് ഉണ്ടാവൂലല്ലോ. അപ്പൊ ഒരു വല്ലാത്തൊരു ഗൗരവമുള്ളൊരു വിഷയമാണ് ഇവിടെ ഉള്ളത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് മൂസാ നബിയോട് അദ്ദേഹം പറഞ്ഞൊരു വാക്കിനെ തന്നെ വീണ്ടും ബഹുമാനപൂർവ്വം വിശദീകരിച്ചു കൊടുക്കുകയാണ്. അഥവാ നിനക്ക് ക്ഷമിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ തന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ശരീഅത്തിനെ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ ഒരു തെറ്റായ ധാരണ ഉണ്ടാവേണ്ട. ഇത്രയും ദൂരം വന്ന് തന്നിൽ നിന്ന് വല്ലതും ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് വന്നൊരു വ്യക്തിയെ നിനക്ക് ക്ഷമിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അത് വെറുതെ പറഞ്ഞതല്ല കേട്ടോ. നിനക്ക് അറിയാൻ കഴിയാത്ത, നിനക്ക് പിന്നെ എത്തിപ്പെടാൻ പറ്റാത്ത മറ്റൊരു മേഖലയാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ നിനക്ക് ഇതുവരെ അത്തരം ഒരു മേഖലയെ കുറിച്ചുള്ള ഒരു അറിവില്ല. അപ്പൊ അങ്ങനെ ഈ നിനക്കില്ലാത്തൊരു അറിവ് ഞാൻ പ്രകടിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില സങ്കീർണതകളുണ്ട്, അതുകൊണ്ടാണ് നിനക്ക് ക്ഷമിക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ എന്ന് പറഞ്ഞ് അവിടെ ഒരു അധ്യാപകൻ തന്റെ വിനയം തന്റെ ശിഷ്യന്റെ മുമ്പിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. ആ വാക്കിന്റെ ഉള്ളിൽ എല്ലാ ബഹുമാനവും എല്ലാ ആദരവും അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നാണ് ഇമാം ഷഅറാവി ഇതിന്റെ ഉള്ളിലുള്ള, ഇതിന്റെ മേൽപ്പരപ്പിൽ നിന്ന് ഇതിനെ വിശദീകരിച്ചു കൊണ്ട് പോകുമ്പോൾ അദ്ദേഹം പറയുന്നത്. പുന്നിയായ ഒരു ഇൽമ് ഉള്ള വ്യക്തിയാണ്. അള്ളാഹു അദ്ദേഹത്തെ ആദിക്ക് തന്നെ നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. മൂസാ നബി കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തി ആരാണ്, അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ അനുഗ്രഹം എന്താണ്, അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ആ വിജ്ഞാനത്തിന്റെ തലം എന്താണ്. നാം ലദുന്നിയായ ഒരു ഇൽമിനെ അദ്ദേഹത്തിന് നാം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു വിഷയം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ ഒരു പിന്നെ ഫിലിമിനെ, പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ അള്ളാഹു സമയബന്ധിതമായി വെച്ച ഒന്നിനെ, അതിനെ ആ സമയത്ത് പെടുന്നതിനെ മുമ്പിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്ന് പിന്നെ നിലനിൽക്കുന്ന ആ സമയത്തിൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്ന ഒരു വിഷയത്തെ, അല്ലെങ്കിൽ ആ സമയത്തിന് ശേഷം അനുഭവിക്കുന്ന ഒരു വിഷയത്തെ അത് അദ്ദേഹത്തിന്റെ പിറകിലേക്ക് കൊണ്ടുവന്ന് അതിനെ കാണാനുള്ള ഒരു ശേഷി അദ്ദേഹത്തിന് അള്ളാഹു നൽകിയിട്ടുണ്ട്. നമ്മള് ഒരു പിന്നെ ഒരു വീഡിയോ ഒരാള് എടുക്കുകയാണ്, ഒരു 10 മിനിറ്റുള്ള ഒരു വീഡിയോ. അപ്പൊ അത് ഒരു ഗൗരവമുള്ള ഒരു വിഷയം എന്നുള്ള നിലക്ക് നമ്മൾ പോയിരുന്ന് കാണുമ്പോൾ നമ്മൾ ഓരോന്നും ഇനി അടുത്ത നിമിഷം എന്താണ് നടക്കാൻ വേണ്ടി പോകുന്നത് എന്ന് നമ്മൾ ഇങ്ങനെ ആകാംക്ഷയോടുകൂടി നോക്കിയിരിക്കും. അടുത്ത നിമിഷം എന്ത്, അടുത്ത നിമിഷം എന്ത് എന്ന്. അത് നിർമ്മിച്ചൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് തുടക്കം മുതൽ ഒടുക്കം വരെ അയാളുടെ ചിന്തയിലുണ്ട്. അപ്പോ ആ വ്യക്തിക്ക് വേണമെങ്കിൽ അതിന്റെ കടിഞ്ഞാൺ, അല്ലെങ്കിൽ അതിന്റെ ബട്ടൺ, അതില്ലെങ്കിൽ അതിന്റെ പിന്നെ എന്താ പറയാ, ആ നിയന്ത്രണം ആ വ്യക്തിയുടെ കയ്യിലാണെങ്കിൽ ആ വ്യക്തിക്ക് വേണമെങ്കിൽ അത് നമുക്ക് കുറച്ചുകൂടി സമയം ലാഭിക്കാൻ വേണ്ടി മുന്നോട്ട് കൊണ്ടുവന്ന് കാണിക്കാം, അല്ലെങ്കിൽ നമ്മളെ പെടുന്നതിനെ മുന്നോട്ട് കൊണ്ടുപോകാം. ഇനി നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നതിലേക്ക് നമ്മളെ പെടുന്നതിനെ അതങ്ങ് വലിച്ചു നീട്ടിക്കൊണ്ടുപോകാം. ഇതെല്ലാം അത് നിർമ്മിച്ച ഒരു വ്യക്തി, അയാളെ കയ്യിലാണ് അത് ഭദ്രമായിട്ട്
അതിന്റെ നിയന്ത്രണം ഉള്ളതെങ്കിൽ അയാൾക്കത് മുമ്പിലേക്കും പിമ്പിലേക്കും പെടുന്നതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നതിന് അയാൾക്ക് പ്രയാസമൊന്നും ഉണ്ടാവില്ല. അപ്പോ ഒരു വേണ്ടപ്പെട്ട ഒരു പ്രപഞ്ചത്തിനുള്ളിൽ അള്ളാഹു സംവിധാനിച്ച സമയബന്ധിതമായി നടന്നു പോകുന്ന ഒരു വിഷയത്തെ അള്ളാഹു തെരഞ്ഞെടുത്ത ഒരു വ്യക്തിക്ക് ആ നിയന്ത്രണം കയ്യിലുള്ള സർവശക്തനായ അള്ളാഹു അവന്റെ ചില കാരുണ്യം മൂലം പെടുന്നനെ ഇനി ആ രണ്ടുപേർ സംസാരിച്ചു കൊണ്ടിരിക്കെ മുമ്പിലുള്ളൊരു വിഷയത്തെ പെടുന്നനെ പിറകോട്ട് കൊണ്ടുവന്ന് അല്ലെങ്കിൽ മുമ്പിലേക്ക് അതിന്റെ പിന്നെ അതിനെ അങ്ങ് നീക്കി വെച്ച് അത് എന്താണ് അവിടെ നടക്കുന്നത് എന്ന് കാണാനുള്ള ഒരവസരം ആ വ്യക്തിക്ക് അള്ളാഹു നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അടുക്കലുള്ള അദ്ദേഹത്തിൽ നിൽക്കുന്ന ഒരു അറിവ് എന്ന് പറയുന്നത് അത് ഒരു ഹുക്കുമുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു അറിവിന് അപ്പുറമുള്ള ഗൗരവമുള്ള ഒരു വിഷയമാണ്. അത് പലപ്പോഴും ചില വ്യക്തികൾ, പ്രവാചകന്മാരിൽ തന്നെ അത്തരത്തിലുള്ള സവിശേഷതകൾ അവരുടെ ജീവിതത്തിലും ചില സമയങ്ങളിൽ കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ വായിച്ചു പോകുമ്പോൾ, പ്രവാചകന്റെ ഹദീസുകൾ വായിച്ചു പോകുമ്പോൾ, അപ്പോ ഈ പ്രപഞ്ചത്തിലെ നിലനിൽക്കുന്ന രണ്ട് വിജ്ഞാന തലങ്ങളുടെ അഗാധമായ ചില അറിവുകളെ ഖുർആൻ ഒരേ സമയം പറഞ്ഞു പോകുന്നുണ്ട്. ഇപ്പൊ റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ നമുക്കിത് കുറെ കാണാൻ പറ്റും. നമ്മളത് പറഞ്ഞതാണ് അല്ലെ. മിഅ്റാജിന്റെ രാത്രിയിൽ പിന്നെ ഒരു ജിബ്രീലിന്റെ പിന്നെ മധ്യസ്ഥതയില്ലാതെ ഒരു ഒരു എന്താ പറയാ അദ്ദേഹത്തിന്റെ ഇടപെടലില്ലാതെ തന്നെ അള്ളാഹു നേരിട്ട് പിന്നെ ഒരു പ്രവാചകനോട് സംവദിക്കുന്നു, പ്രവാചകൻ അള്ളാഹുവിനോട് സംവദിക്കുന്നു. എന്നാൽ ഇതിനപ്പുറം ജീവിതത്തിന്റെ വലിയൊരു സമയങ്ങളിൽ നേരിട്ട് അള്ളാഹുവുമായിട്ട് ഏതൊന്നും നിരന്തരം ചോദിക്കുകയും അതിന്റെ ഉള്ളിലുള്ള പൊരുളുകൾ അറിയാനുള്ള ത്വരയുള്ള ഒരു പ്രവാചകനായി മൂസാ നബിയെ തന്നെ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അത്തരം ഒരു പ്രവാചകനാണ്, ഒരു കലീമുള്ള എന്ന് വിശേഷിപ്പിച്ച ഒരു പ്രവാചകനാണ് മറ്റൊരു വ്യക്തിയുടെ അദ്ദേഹത്തിന് നിലനിൽക്കുന്ന ഒരു അറിവിനപ്പുറം മഹാജ്ഞാനമുള്ള ഒരു മനുഷ്യന്റെ മുമ്പിൽ പോയി ഒരു വിദ്യാർത്ഥിയായി വിനയാന്വിതനായി നിൽക്കുന്നത് എന്നുള്ളതെല്ലാം തന്നെ ഇതിന്റെ ഉള്ളിൽ നമ്മൾ ചിന്തിച്ച് നമ്മൾ വായിച്ചു പോവേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലും ഇത്തരത്തിലുള്ള സംഭവം എല്ലാം ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലെ. ഇപ്പോ നമുക്കറിയാം റോമുമായിട്ടുള്ള മുസ്ലിങ്ങളുടെ പിന്നെ യുദ്ധം, ആ സമയത്ത് പിന്നെ മുഅ്ത യുദ്ധത്തെ കുറിച്ച് അറിയാത്തവര് പിന്നെ വളരെ വിരളമായിരുന്നു നമുക്കിടയിൽ. അപ്പോ പിന്നെ അതില് സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ജഅഫർ ബിൻ അബി ത്വാലിബ്, അബ്ദുല്ലാഹി ബിൻ റവാഹ, ഇങ്ങനെ തുടങ്ങിയ 3 സഹാബികളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പടനായകന്മാരായിട്ട് നിയോഗിക്കുന്നത്. അവിടെ ഓരോരുത്തരോടും പറയുന്നുണ്ട്, നമുക്ക് സഹാബികള് 3000-ഉം റോമൻ പട പിന്നെ 2,00,000-വുമായിരുന്നു എന്നാണ് നമ്മൾ ചരിത്രത്തിൽ പിന്നെ വായിച്ചിട്ടുള്ളത്. 6 ദിവസം നീണ്ടുനിന്ന പോരാട്ടത്തില് ഈ 2,00,000 വരുന്ന പടയാളികളെ തുരത്തിയ മഹാചരിത്രം നിൽക്കുന്ന ഒരു യുദ്ധമാണ് ഈ മുഅ്ത യുദ്ധം. അവിടെ അത് തുടങ്ങാനുള്ള കാരണം തന്നെ നമുക്കറിയാം. പിന്നെ ഹാരിസ് ബിനു പിന്നെ ഉമൈറുൽ അസ്ദി എന്ന് പറയുന്ന റസൂലുള്ളാഹിന്റെ അംബാസിഡറെ, സഫീറിനെ പിന്നെ ഈ പിന്നെ വധിച്ചതാണ് കാരണം അല്ലെ. ബുസ്ര, റോമിലെ അന്നത്തെ പിന്നെ ഒരു പ്രദേശത്തിലെ ഒരു ഭരണാധികാരി, അദ്ദേഹം റസൂലുള്ളാഹിന്റെ പ്രതിനിധിയെ കൊന്നതാണ് ആ യുദ്ധത്തിന് കാരണമായി മാറിയത്. ഹിജ്റ 8-ന് ശേഷം ഹുദൈബിയ പിന്നെ സന്ധിക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കയിൽ മദീനയിൽ തിരിച്ചെത്തുകയും പല രാജാക്കന്മാർക്കും റസൂലുള്ള കത്തെഴുതി അവരെല്ലാം തന്നെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ നിയമം പിന്നെ ജീവിതത്തിൽ പാലിച്ച് ഭൂമിയിൽ നീതിയും ധർമ്മവും സത്യവും സമത്വവും എല്ലാം സൃഷ്ടിക്കേണ്ടതിന്റെ, നിലനിർത്തേണ്ടതിന്റെ അനിവാര്യതയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിലേക്ക് ക്ഷണിച്ചുകൊണ്ട് റസൂലുള്ള പല ഭരണാധികാരികൾക്കും കത്തെഴുതി. അങ്ങനെ പിന്നെ റോമില് ഈ പിന്നെ മലിക് ബുസ്ര അദ്ദേഹത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കത്തെഴുതുകയുണ്ടായി. അങ്ങനെ
ആ കത്ത് കൊണ്ടുപോയ സ്വഹാബിയാണ് പിന്നെ പിന്നെ ഹാരിസ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ അവിടെ വെച്ച് കഴുത്തറുത്ത് കൊല്ലുകയാണ് ചെയ്തത് അവര്. അപ്പോ പ്രതിനിധികളെ, സഫീറുമാരെ വധിക്കാൻ പാടില്ല എന്ന ആദ്യകാലത്ത് തന്നെ നിലനിൽക്കുന്ന ആ നിയമത്തിന് വിരുദ്ധമായി അവര് സ്വീകരിച്ച സമീപനത്തില് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വേദനിക്കുകയും പിന്നെ അത് കാരണമായി യുദ്ധം തുടങ്ങുകയും പിന്നെ ചെയ്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പൊ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ 3 പേരെ നായകന്മാരായിട്ട് നിയോഗിക്കുമ്പോൾ റസൂലുള്ള ഓരോരുത്തരോടും പറയുന്നത് തന്നെ, പിന്നെ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹുവിനോട് പറയാണ്, നിങ്ങൾ മരിച്ചാൽ ജഅഫർ എന്താക്കണം, ജഅഫർ ബിൻ അബി ത്വാലിബ് പതാക ഏന്തണം. ജഅഫറിനോട് അദ്ദേഹം മുമ്പിലിരിക്കെ തന്നെ പറയാണ്, നിങ്ങൾ മരിച്ചാൽ അബ്ദുല്ലാഹി ബിൻ റവാഹ ആ പതാക ഏന്തണം. അദ്ദേഹം മരിച്ചാൽ നിങ്ങൾക്കിടയിൽ നിന്ന് നിങ്ങൾ തന്നെ ആ സമയം എന്താക്കണം, ഒരു നായകനെ തെരഞ്ഞെടുക്കണം എന്ന് റസൂലുള്ള പറയാണ്. അപ്പൊ ഇവിടെ ഇതിനെ വിശദീകരിക്കുന്ന പണ്ഡിതന്മാര് പറയുന്നത്, ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പിൽ ഇപ്പൊ റസൂൽ തന്നെ പറയുന്നത് പോലെ ഇന്നല്ലാഹ ത്വവാലിൽ അർള, അതിനെ ചുരുക്കി കൊണ്ടുവരികയാണ്. ഒരു വലിയൊരു ഒരു പിന്നെ സമയത്തിനുള്ളിൽ ജീവിക്കുന്ന പിന്നെ ഒരു മനുഷ്യർ, അവരിൽ തന്നെ ചിലർക്ക് അള്ളാഹു മുമ്പേയുള്ള വിഷയങ്ങളെ ഒന്ന് ചുരുക്കി അതിലേക്ക് എത്തി നോക്കാനുള്ള ഒരു അവസരം കൊടുക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നല്ലാഹ ത്വവാലിൽ അർള ഫറഅയ്തു മശാരിഖഹ വ മഗാരിബഹ, അള്ളാഹു എന്റെ മുമ്പിൽ മശ്രിഖിനെയും മഗ്രിബിനെയും അങ്ങ് ചുരുക്കി, സമയത്തങ്ങ് ചുരുക്കിയിട്ട് പിന്നെ നിൽക്കുന്ന സമയത്തിന് അപ്പുറമുള്ള വിഷയങ്ങളെ എന്റെ മുമ്പിൽ കാണിച്ചു, അന്ത്യനാൾ വരേക്കും സംഭവിക്കാതിരിക്കുന്ന വിഷയങ്ങളെ എനിക്ക് കാണിച്ചു എന്ന് റസൂലുള്ള പറയുന്നുണ്ട്. ആ പറഞ്ഞ പ്രവാചകൻ മുമ്പേ അവരുടെ മരണത്തെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തി കൊടുത്തു എന്നാണ്. എന്തോ പിന്നെ ആ വിഷയത്തെ റസൂല് കാണുകയും അവർക്ക് അതിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നു എന്നെല്ലാം പിന്നെ ഇതിനെ വ്യാഖ്യാനിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോ ഇവിടെ ഇതേപോലെ അള്ളാഹു ലദുന്നിയായ ഇൽമ് നൽകി എന്ന് അള്ളാഹു എടുത്തു പറയുന്ന ഒരു വ്യക്തിയുമായിട്ടുള്ള മൂസാ നബിയുടെ കണ്ടുമുട്ടലും, ആ വ്യക്തിയിൽ നിന്ന് മൂസാ നബി തേടുന്നത് അദ്ദേഹത്തിലുള്ള ഒരു റുഷ്ദിനെയാണ്. അപ്പോ അത് എനിക്ക് നൽകണമെന്ന് പറഞ്ഞ് മൂസാ നബി സമീപിക്കുമ്പോൾ ഇദ്ദേഹം വളരെ വിനയത്തോടുകൂടി ഒരു അധ്യാപകൻ ശിഷ്യനോട് കാണിക്കേണ്ട എല്ലാ ബഹുമാനവും എല്ലാ ആദരവും പ്രകടിപ്പിച്ചുകൊണ്ട് താൻ ഉപയോഗിച്ച വാക്കിനെ തെറ്റിദ്ധരിക്കാതിരിക്കാൻ അദ്ദേഹം എന്തുകൊണ്ട് നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയില്ല എന്നുള്ള വാക്കിനെ പോലും വീണ്ടും വിശദീകരിച്ച് തന്റെ ശിഷ്യനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഏറ്റവും ഏറ്റവും മനോഹരമായ ഒരു ഇടപെടലിനെ അള്ളാഹു ഇവിടെ എടുത്തു കാട്ടുന്നു. വകൈഫ തസ്ബിറു, ഇതാരാണ്? ഈ വ്യക്തി ആരാണ്? അദ്ദേഹം ലദുന്നിയായ ജ്ഞാനമുള്ള വ്യക്തിയാണ്. ആ ലദുന്നിയായ ഒരു അറിവ് അങ്ങേക്ക് നിലവിൽ ഈ സമയം ലഭിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ മുമ്പേയുള്ള കാര്യങ്ങളെ കാണുവാൻ, അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അങ്ങ് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ദൂരെയുള്ള വിഷയങ്ങളെ കണ്ട് അത് അനുഷ്ഠിക്കുവാൻ അങ്ങേക്ക് അറിവില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ അങ്ങേക്ക് അത് എന്നോടൊപ്പം ക്ഷമിക്കാൻ സാധ്യമല്ല എന്ന് അദ്ദേഹത്തെ മൂസാ നബിയെ പിന്നെ ഖിളർ എന്ന സ്വാലിഹായ ആ വ്യക്തി ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോ ഇത് ഒന്നുകൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഓരോ കാര്യങ്ങളും വീണ്ടും നമുക്ക് വിശദീകരിക്കാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് തൽക്കാലം ഇപ്പോ ഈ പറഞ്ഞതുപോലെ തന്നെ ഇത്രയും പറഞ്ഞ് നമുക്ക് അടുത്ത ആയത്തിലേക്ക് പോകാം. ഫഖാല, അപ്പൊ പിന്നെ മൂസാ നബി പറയാണ്, സതജിദുനി ഇൻഷാ അല്ലാഹു സ്വാബിറൻ വലാ അഅസി ലക അംറ, നിങ്ങൾക്ക് എന്നെ ഇൻഷാ അല്ലാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞാല് ക്ഷമാശീലനായി നിങ്ങൾക്ക് എന്നെ കാണാം. ഞാന് അങ്ങനെ ക്ഷമയില്ലാത്തൊരു വ്യക്തിയായി മാറുമെന്ന് അങ്ങ് പിന്നെ ഭയപ്പെടേണ്ട. ഞാന് ക്ഷമയുള്ളവനായി ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എന്നെ കാണാം. വലാ അഅസി ലക അംറ, അപ്പോ പിന്നെ ഞാന് ഒരു കാര്യത്തിലും അങ്ങയോട്
ഒരു പിഴവും വരുത്തുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മൂസാ നബി അദ്ദേഹത്തിന്റെ കൂടെ കൂടാനുള്ള, അദ്ദേഹത്തിൽ നിന്ന് അറിവ് ലഭിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആകാംക്ഷയെ, അദ്ദേഹത്തിന്റെ ആഗ്രഹത്തെ മൂസാ നബി വളരെ നല്ല വാക്കുകൾ ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ കൂടെ കൂടാന് അദ്ദേഹം എന്താണ് ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് ഇവിടെ. ഖാല സതജിദുനി ഇൻഷാ അല്ലാഹു സ്വാബിറൻ വലാ അഅസിലക അംറ, ഒരു വിഷയത്തിലും അങ്ങയോട് ഞാൻ ഒരു തെറ്റും ചെയ്യുകയില്ല. അങ്ങേക്ക് അള്ളാഹു ഉദ്ദേശിച്ചാൽ ഏറെ ക്ഷമാപൂർവം അങ്ങയോടൊപ്പം നിൽക്കുന്നതായി അങ്ങേക്ക് കണ്ടെത്താൻ കഴിയും. അപ്പൊ ഖിളർ നബി പറയാണ്, ഖാല ഫഇൻ ഇത്തബഅതനി, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ എന്നെ പിൻപറ്റുകയാണെങ്കിൽ ഫലാ തസ്അൽനി അൻ ഷൈഇൻ, ഞാൻ ചെയ്യുന്ന ഒന്നിനെ കുറിച്ചോ നിങ്ങൾ എന്നോട് എന്താക്കാൻ പാടില്ല, ചോദിക്കാൻ പാടില്ല. ഹത്താ ഉഹ്ദിസ ലക മിൻഹു ദിക്റ, ഞാൻ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് വരെ, എന്തുകൊണ്ട് ഞാനത് ചെയ്തു, എന്തുകൊണ്ട് ഞാനത് പ്രവർത്തിച്ചു എന്നെല്ലാം നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് വരെ നിങ്ങൾ ഞാൻ ചെയ്യുന്ന ഒന്നിനെ കുറിച്ചും എന്നോട് ചോദിക്കരുത്. അപ്പൊ വീണ്ടും ഒരു അധ്യാപകന് വിനയപൂർവം, അങ്ങനെ ഒരു അധ്യാപകൻ ശിഷ്യനോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ തൻ്റെ ശിഷ്യനെ ഈ ഗുരു ഇവിടെ അഗാധമായിട്ട് ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ്. കാരണം ഇവിടെ ഉപയോഗിക്കുന്ന ഓരോ വാക്കും അത് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. ഇമാം ഷറാവി ഈ രൂപത്തിൽ ഇതിനെല്ലാം വിശദീകരിച്ച് പോകുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ, നിങ്ങൾ എന്നെ പിൻപറ്റുന്നുവെങ്കിൽ ഫലാ തസ്അൽനി അൻ ഷൈഇൻ, ഒന്നിനെ കുറിച്ചും ചോദിക്കരുത്. കാരണം മുമ്പേ ഖിളിർ നബി പറയുന്നുണ്ട്, നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റൂല, കാരണം എൻ്റെ അരികിലുള്ള എനിക്ക് ലഭിച്ച അറിവ് നിങ്ങൾ ചിന്തിക്കുന്ന ഒന്നല്ല. കാരണം അദ്ദേഹം ഒരു പ്രവാചകനാണെന്നും ഒരു ഒരു വിഷയത്തിലെ ഹലാല് ഹറാമിനെ നന്നായി ബോധ്യപ്പെട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ് എന്നും ബോധ്യമുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തോട് ക്ഷമിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ്, ഇല്ല, ഞാൻ നിങ്ങളോടൊപ്പം ക്ഷമാപൂർവം ഞാൻ നടക്കാം, ഇരിക്കാം, അത് കേൾക്കാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ വീണ്ടും ഖിളിർ നബി, നിങ്ങൾ എന്നെ പിന്തുടരുകയാണെങ്കിൽ അവിടെ അവസാനിപ്പിക്കാം. പക്ഷേ വീണ്ടും ഒരു ബഹുമാനപൂർവം തന്നെ തൻ്റെ ശിഷ്യനെ അദ്ദേഹം ഉപദേശിക്കുകയാണ്, നിങ്ങൾ ഒന്നും ചോദിക്കരുത്. ഫലാ തസ്അൽനി അൻ ഷൈഇൻ, കാരണം ഒരു ഹുക്മ് കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ചില പ്രവർത്തികൾ നടത്തുമ്പോൾ, അവരുടെ മുമ്പിൽ വെച്ച് ചില പ്രവർത്തികൾ നടത്തുമ്പോൾ, പ്രത്യേകിച്ച് ഒരു നിഷിദ്ധമായ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒരു അറിവനുസരിച്ച് നിഷിദ്ധമായ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുക എന്നുള്ളത് ഒരു ഹുക്കുമിനെ കൈകാര്യം ചെയ്യുന്ന, ഒരു ശരീഅത്തിനെ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയിൽ പെടുന്നതിനുണ്ടാകുന്ന ഒരു ഒരു ബോധമാണ്. അത് അറിയുന്നത് കൊണ്ടാണ് നിങ്ങൾ ചോദിക്കരുത് എന്ന് പറയുന്നത്. ഖാല ഫഇൻ ഇത്തബഅതനി, നിങ്ങൾ എന്നെ പിന്തുടരുകയാണെങ്കിൽ ഫലാ തസ്അൽനി അൻ ഷൈഇൻ, ഞാൻ ചെയ്യുന്ന ഒന്നിനെ കുറിച്ചും നിങ്ങൾ എന്താക്കാൻ പാടില്ല, എന്നോട് ചോദിക്കാൻ പാടില്ല. ഹത്താ ഉഹ്ദിസ ലക മിൻഹു ദിക്റ, ഞാൻ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നതിന് മുമ്പ് ചോദിക്കാൻ പാടില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും മുന്നോട്ട് പോകുന്നു. ഫൻതലഖ, രണ്ടുപേരും മുന്നോട്ട് പോകുന്നു. ഹത്താ ഇദാ റകിബാ ഫിസ് സഫീനത്തി, അവര് അവിടെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു കപ്പലിൽ കയറുന്നു. ഹത്താ ഇദാ റകിബാ ഫിസ് സഫീനത്തി ഖറഖഹ, പെടുന്നനെ അദ്ദേഹം അതിൽ പൊളിക്കാനുള്ള ശ്രമം നടത്തും. അപ്പോ ഉടനെ തന്നെ മൂസാ നബി പറയാണ്, ഖാല അഖറഖ്തഹ, നിങ്ങൾ അതിനെ പൊളിച്ചുവോ, ലിതുഗ്രിഖ അഹ്ലഹ, അതിലെ ആളുകളെ നശിപ്പിക്കുവാനായിട്ട്, ലഖദ് ജിഅ്ത ശൈഅൻ ഇംറ, അത് പറയുക മാത്രമല്ല, നിങ്ങൾ മഹാപാതകമാണ് ചെയ്തത് എന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ്. അപ്പൊ അതിലുള്ള ഒരു ഹുക്കുമിനെ കൂടി അദ്ദേഹം എടുത്തു പറയുകയാണ്. അതാണ് മൂസാ നബി ഒരു ശരീഅത്തിനെ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ അതിനെ കേടുവരുത്തിയല്ലേ, ഹറക്തഹ,
അതിനെ കേടുവരുത്തിയല്ലേ? കേടുവരുത്തി എന്ന് പറയുക മാത്രമല്ല, ആ കേടുവരുത്തിയത് അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അത് ഒരു മഹാപാതകമാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. അദ്ദേഹത്തിന് അങ്ങനെ സംസാരിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഇവിടെ പിന്നെ ഒരു പ്രവൃത്തി നടത്തുന്നതിന് മുമ്പ് അതിലെ അഹ്കാമുകളെ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി, എന്നാൽ ഒരു പ്രവൃത്തിയുടെ ഉള്ളിൽ അതിന്റെ വരും വരായികളെ കുറിച്ച് മുൻപേ അറിവ് ലഭിക്കുന്ന ഒരു വ്യക്തി, അതിലെ ധർമ്മവും അത് ചെയ്യുന്നതിന്റെ പിറകിലുള്ള നീതിബോധവും എല്ലാം തന്നെ തിരിച്ചറിയുന്ന ഒരു വ്യക്തി. ഈ രണ്ട് സംഘട്ടനമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മൂസാ നബി അലൈഹി സ്വലാം ഒരു ശരീഅത്ത് കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് നിങ്ങൾ അത് നശിപ്പിച്ചുവല്ലേ, കേടുവരുത്തിയല്ലേ, ആളുകൾ നശിക്കൂ മാത്രയിലുള്ള അതിൽ വെള്ളം കയറി ആളുകൾ പിന്നെ നശിച്ചു പോകുമാത്രയിലുള്ള ഒരു പ്രവൃത്തി നിങ്ങൾ നടത്തിയല്ലേ എന്ന് പറയുക മാത്രമല്ല മൂസാ നബി ചെയ്യുന്നത്. ലഖദ് ജിഅത ശൈഅൻ ഇംറ, അങ്ങ് വലിയ കുറ്റകരമായ ഒരു പ്രവൃത്തിയാണ് ചെയ്തത് എന്നുകൂടി മൂസാ നബി പെടുന്നനെ പറയുകയാണ്. അപ്പൊ നമ്മള് ഇനി പിറകോട്ട് ഒന്നുകൂടി പോവുക. മൂസാ നബി ചോദിക്കുന്നത് റുഷ്ദിനെയാണ്. അപ്പോ ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴേ അതിലെ വിവേകപൂർണമായ ഒരു ഇടപെടല്, അതിൻ്റെ പിന്നെ അത്തരത്തിലുള്ള ഒരു അറിവാണ് മൂസാ നബി ചോദിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഇവിടെ മൂസാ നബി ഉപയോഗിച്ച വാക്ക് വളരെ പ്രസക്തമാണ് എന്ന് പറയാൻ കാരണം അതാണ്. ഒല്ലിംത റുഷ്ത എന്നാണ്. അതാണ് നമ്മൾ റുഷ്ദിനെ കഴിഞ്ഞ ആഴ്ച നമ്മൾ റുഷ്ദി എന്ന വാക്കിനെ നന്നായിട്ട് വിശദീകരിച്ചത്. അപ്പൊ മൂസാ നബി തേടുന്ന ഒരു അറിവുണ്ട്. അത് മൂസാ നബിയിൽ തന്നെ നിൽക്കുന്ന ശരീഅത്തുമായി കണക്ട് ചെയ്താണ് അദ്ദേഹത്തിൽ നിന്നുള്ള ഓരോന്നും പ്രതീക്ഷിക്കുന്നത്. കാരണം മൂസാ നബി തന്നെ ഒരു പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ ആ പ്രവൃത്തിക്ക് പിറകിലുള്ള ഒരു സംഗതിയെ ചോദിക്കുന്ന ഒരു ത്വര മൂസാ നബിക്കുണ്ട്. അതെന്തുകൊണ്ട് എന്തുകൊണ്ട് എന്നുള്ളത്. പക്ഷെ ഇവിടെ പെടുന്നനെ ഒരു സമൂഹം കയറി നിൽക്കുന്ന, യാത്രക്കായിട്ട് ഒരുങ്ങി നിൽക്കുന്ന ഒരു കപ്പലിൽ ഇവർ പോയി കയറുകയും അതിനെ കേടുവരുത്തുകയും ആ ആളുകൾക്ക് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് അതിൽ വെള്ളം കയറി തുടങ്ങിയതോടുകൂടി യാത്ര ചെയ്യാൻ കഴിയാത്തൊരു അവസ്ഥാവിശേഷം ഉണ്ടാകുകയും ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ അത് നശിപ്പിച്ചു എന്ന് പറയുക മാത്രമല്ല മൂസാ നബി ചെയ്യുന്നത്, നിങ്ങൾ ചെയ്തത് ഒരു മഹാപാതകമാണ്. അപ്പൊ ഒരു ശരീഅത്തിന്റെ കണ്ണിൽ നിന്ന് നോക്കിക്കാണുകയാണ് ഇവിടെ മൂസാ നബി ചെയ്യുന്നത്. ഒരു പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ ആ പ്രവൃത്തിയിലുള്ള ശരിയും തെറ്റും വിലയിരുത്തുന്ന ഹുക്കുമുകളുള്ള ശരീഅത്ത് അഹ്കാമ് കൈകാര്യം ചെയ്യുന്ന ഒരു പ്രവാചകനെ ആ രൂപത്തിലേ ചോദിക്കാൻ കഴിയുള്ളൂ. അപ്പോ അദ്ദേഹം പെടുന്നത് ചോദിക്കുന്നു. അപ്പോ ഖിദ്ർ നബി പറയാണ്, ഖാല അലം അഖുൽ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇന്നക ലൻ തസ്തതിഅ മഇയ സബ്റ, എന്നോടൊപ്പം നിങ്ങൾക്ക് ക്ഷമാപൂർവം നിലകൊള്ളാൻ കഴിയുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എന്ന് ഖിദ്ർ നബി വീണ്ടും പറയാണ്. അപ്പൊ ഇവിടെ ഇനി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വീണ്ടും പിന്നെ പിറകിലേക്കും മുമ്പിലേക്കെല്ലാം പോയിട്ടുള്ള ഒരു ചർച്ച ഇവിടെ പിന്നെ വരുന്നുണ്ട്. ഞമ്മക്ക് തന്നെ മനസ്സിലാകേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് മൂസാ നബി പെട്ടെന്ന് ഇത് മറന്നുപോയത്. കാരണം ഒരു കരാറ് അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൽ നിന്ന് ആവശ്യപ്പെടുന്നു, ആ കരാറ് സമ്മതിക്കുന്നു, അതിനുശേഷം ഖിദ്ർ നബിയെ മൂസാ നബി പിന്തുടരുന്നു. അപ്പോ ഈ രണ്ട് മനോബോധം, മാനസികാവസ്ഥ അതിൻ്റെ ഉള്ളിൽ നമ്മൾ വായിച്ചെടുക്കേണ്ടതുണ്ട്. മൂസാ നബിയുടെ ഒരു മാനസികാവസ്ഥ, ആ മാനസികാവസ്ഥയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഖിദ്ർ നബിയോട് അദ്ദേഹം ഒരു കരാറ് പിന്നെ നടത്തിയതിന് ശേഷവും അദ്ദേഹം ചോദിക്കുന്ന അത് ചില സംഗതികൾ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചെയ്തികളെ കുറിച്ച് വീണ്ടും വീണ്ടും ചോദിക്കുമ്പോഴേ ആ മൂസാ നബി കൈകാര്യം ചെയ്യുന്ന ഒരു മേഖലയിൽ നിന്ന് ഉള്ള അദ്ദേഹത്തിന്റെ ആ ഒരു പ്രത്യേക അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ആ ചോദ്യം ചോദിക്കുന്നത്. തന്നെയുമല്ല, മൂസാ നബി ആദിക്കേ ആവശ്യപ്പെടുന്നത് അദ്ദേഹത്തിൽ നിന്നുള്ള റുഷ്ദിനെയാണ് ആവശ്യപ്പെടുന്നത് എന്നുള്ള ഒരു വിഷയം കൂടി ഇവിടെ ചേർത്ത് വെച്ച് വായിക്കേണ്ടതുണ്ട്. ഒരു ശരീഅത്തും ഒരു അഹ്കാമുമായി നിൽക്കുന്ന നമ്മളും അത്തരത്തിലുള്ള ഹുക്കുമുകളെ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതിലുള്ള ചില വിഷയങ്ങളെ മുഹമ്മദ് റസൂലുള്ളാഹിക്ക് ശേഷം അന്ത്യനാൾ വരെ വായിക്കപ്പെടുന്ന ഒന്നാണത്. മൗലാന അബുൽ ഹസൻ അലി നദവി ഈ പറഞ്ഞ ഭാഗങ്ങളെ മാത്രം വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു മനോഹരമായ വിശദീകരണം ഉണ്ട്.
അല്ലെ? ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചിലതെല്ലാം നടക്കുന്നുണ്ട്. അപ്പോ ഒരു ശരീഅത്ത് കൈകാര്യം ചെയ്യുന്ന, ആ ശരീഅത്തുമായിട്ട് മാത്രം ജീവിതത്തെ നോക്കിക്കാണുന്ന നമ്മളും അന്ത്യനാൾ വരേക്കും ഇതിലെ ചില വിഷയങ്ങൾ വായിച്ചു പോവുകയാണ്. അപ്പൊ അത് വെറുതെ ഒരു തമാശയുള്ളൊരു വിഷയങ്ങളല്ല, ഒരു കഥ പറഞ്ഞു തരികയല്ല. ഏഹ് എന്തോ ചില നമ്മൾ തന്നെ പറയുന്നത് പോലെ കഥ എന്നല്ലോ ആണ് നമ്മൾ ഇതിനെ പറയുക. അതിനപ്പുറം ഇതിന്റെ എല്ലാം ഉള്ളിൽ അള്ളാഹുവിന്റെ തഖ്ദീറും തദ്ബീറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, മനുഷ്യർക്കിടയിൽ തന്നെ ഇത്തരത്തിലുള്ള ഇൽമുകൾ നിലനിൽക്കെ, അവർക്ക് തന്നെ പിന്നെ അള്ളാഹു മുമ്പിലുള്ള ചില വിഷയങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അറിവ് നൽകിയിരിക്കെ, അള്ളാഹു ചിലതെല്ലാം പറയുമ്പോൾ അതിനെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടതെന്നും നിങ്ങളെ ജീവിതത്തെ നിങ്ങൾ ഏത് രൂപത്തിലാണ് ക്രമീകരിക്കേണ്ടതെന്നും അള്ളാഹുവിന്റെ നമ്മയെക്കുറിച്ചുള്ള മുമ്പേയുള്ള അറിവിനെ കുറിച്ച്, നമ്മുടെ ജീവിതാന്ത്യത്തെക്കുറിച്ചുള്ള വലിയ ചിന്തയും നമ്മളെ ആഖിബത്തിനെ കുറിച്ചുള്ള ഓർമ്മകളും, അത് നന്നാക്കേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ചെല്ലാം തന്നെ ഇതിലെ ഓരോ വരികളും പറഞ്ഞു വെക്കുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇതൊരു ഇതൊരു തമാശയുള്ള വർത്തമാനങ്ങളല്ല. രണ്ട് വ്യക്തികൾ കണ്ടുമുട്ടുകയും അവർക്കിടയിൽ എന്തൊക്കെയോ നടക്കുന്നു, എന്തൊക്കെയോ ചോദിക്കുന്നു, എന്തൊക്കെയോ പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ല. ഇതെല്ലാം വായിക്കുന്ന ഓരോ വ്യക്തിയുടെ ജീവിതവുമായിട്ട് ഇതെല്ലാം തന്നെ അഗാധമായി കണക്ട് ചെയ്യുന്നുണ്ട്. അവനിൽ അള്ളാഹു നിർണയിച്ച അവന്റെ ജീവിതത്തിന്റെ പിന്നെ കുറെ നിർണയങ്ങളെ കുറിച്ച്, അള്ളാഹുവിന്റെ തഖ്ദീറിനെ കുറിച്ച്, ഖലാഇനെ കുറിച്ചെല്ലാമുള്ള വലിയ ചിന്തകളും വലിയ വിഷയങ്ങളും അള്ളാഹു ഇതിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഒരു വസ്തുവിനെ, ഞാൻ പറഞ്ഞതുപോലെ, ഒരു വസ്തുവിനെ നിർമ്മിച്ചൊരു വ്യക്തിക്ക് അതിന്റെ അതിന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ അയാളുടെ ചിന്തയിലൂടെ മാറിമറിഞ്ഞു പോകുന്നത് പോലെ, അതിന്റെ കടിഞ്ഞാൺ പൂർണ്ണമായി ആ വ്യക്തിയുടെ കയ്യിലാണെങ്കിൽ അയാൾക്ക് ഇഷ്ടമുള്ളവർക്ക് അതിനെ സമയം നിലവിൽ ഒരു വ്യക്തി അനുഭവിക്കുന്ന സമയത്തെ മറികടന്ന് മുന്നിലേക്ക് കൊണ്ടുപോകാനും അത് വീണ്ടും പിറകിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകാനും ആ വ്യക്തിക്ക് കഴിയുന്നത് പോലെ അള്ളാഹുവിന്റെ ചില ഇടപെടലുകൾ, അള്ളാഹുവിന്റെ ചില തഖ്ദീറിനെ, തദ്ബീറിനെ, ഖലാഇനെ അവന് ഇച്ഛിക്കുന്ന, ഉദ്ദേശിക്കുന്ന തന്റെ വ്യക്തികൾക്ക് മുമ്പിൽ അതിനെ നീട്ടുകയും കുറക്കുകയും കൂട്ടുകയും എല്ലാം ചെയ്യുന്ന ഒരു മനോഹരമായ കാഴ്ച, അന്ത്യനാളിനെ ഭയപ്പെടുന്നവർക്ക് ഏറെ ഭയത്തോടുകൂടി മാത്രം വായിക്കാൻ പറ്റുന്ന, പേടിയോടുകൂടി മാത്രം വായിച്ചു പോകാൻ പറ്റുന്ന കുറെ സംഭവങ്ങളായി ഇതിനെ നമുക്ക് വിലയിരുത്താൻ പറ്റും. നമ്മെ രസിപ്പിക്കുന്ന, കഥ പറഞ്ഞ് മറ്റുള്ളവരെ രസിപ്പിക്കുന്നത് പോലെയുള്ള ഒരു കഥയല്ല, നമ്മുടെ പച്ചയായ ജീവിതവുമായി നമ്മുടെ മുമ്പിലുള്ള, നമ്മളിപ്പതാ ഈ ഒരു സമയം, ഇതിനപ്പുറം ഓരോന്നും പിന്നെ അവിടെ ആ പിക്ചറുകൾ വളരെ വ്യക്തമാണ് അള്ളാഹുവിന്റെ മുമ്പിൽ. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ പിക്ചറുകളും വ്യക്തമാണ്. അപ്പൊ അവിടെ എല്ലാം നമ്മൾക്ക് അതിന്റെ മുമ്പേ നമുക്ക് പിന്നെ അനുകൂലമായി മാറുവാനുള്ള പ്രാർത്ഥനയും, നിരന്തരമുള്ള പ്രാർത്ഥനയും, നിരന്തരമുള്ള ആ തേട്ടവും, നമ്മുടെ വാക്കുകൾ, പ്രവർത്തികൾ, ജീവിതങ്ങൾ എല്ലാം തന്നെ അത് അള്ളാഹു തൃപ്തിപ്പെട്ട രൂപത്തിലായി മാറാനുള്ള ഒരു ത്വരയും, പ്രാർത്ഥനയോടുകൂടിയുള്ള ത്വര ഉണ്ടാവേണ്ടതുണ്ട്. കാരണം പ്രാർത്ഥന നിങ്ങളുടെ ഖലാഇനെ റദ്ദ് ചെയ്യുമെന്ന് റസൂലുള്ളാഹ് അതുകൊണ്ട് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അതൊന്ന് വെറുതെ പഠിപ്പിക്കുന്നതല്ല, വെറുതെ പറയുന്നതല്ല. അതിനാൽ പ്രാർത്ഥനാപൂർവം ജീവിതത്തിന്റെ ഓരോ സമയത്തെയും നോക്കിക്കാണേണ്ട വലിയൊരു ചിന്താപാഠം അള്ളാഹു ഈ വരികൾക്കുള്ളിൽ അള്ളാഹു വെക്കുന്നുണ്ട്. അതിനാല് നന്നായി ചിന്തിച്ച് ഈ കാര്യങ്ങളെല്ലാം ആ രൂപത്തിൽ തന്നെ പിന്നെ നമ്മൾ നോക്കി വായിച്ചു പോവേണ്ടതുണ്ട്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞു, ഇസ്ലാമിക ലോകം പിന്നെ തഫ്സീറു ബിൽ ആസാരി, തഫ്സീറു ബിൽ റഈ, ഇങ്ങനെ രണ്ട് രൂപത്തിലാണ് പിന്നെ തഫ്സീറിനെ വിലയിരുത്തുന്നത്. അതില് പിന്നെ ഇമാം ത്വബരി, അതുപോലെ തന്നെ ഇബ്നു കസീർ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പിന്നെ മുഫസ്സിരീങ്ങളെ, അവരുടെ തഫ്സീറുകളെ അത് പിന്നെ ആസാറിന്റെ തഫ്സീറുകളായിട്ട്, ആസാർ തഫ്സീർ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. അത് ആയത്തിനെ ആയത്ത് കൊണ്ട്, അതുപോലെ തന്നെ പിന്നെ ഹദീസ് കൊണ്ട്,
അതുപോലെ തന്നെ സ്വഹാബികളുടെ തഫ്സീർ, ഇങ്ങനെ പിന്നെ അതിനെ മാത്രം വെച്ചുകൊണ്ടുള്ള ഒരു പിന്നെ വിശദീകരണം നടത്തുന്ന തഫ്സീറുകളെയാണ് പിന്നെ അത്തഫ്സീറു ബിൽ ആസാരി എന്ന് പണ്ഡിതന്മാര് വിശദീകരിക്കുന്നത്. എന്നാൽ റഅയ് അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള തഫ്സീറുകളുണ്ട്. ഇതിനപ്പുറം സ്വന്തം ചില വാക്കുകൾക്കുള്ളിലെ വരികൾക്കുള്ളിലെ എല്ലാം തന്നെ ആശയങ്ങളെ സ്വയം തന്നെ അവര് വിലയിരുത്തി പറഞ്ഞു പോകുന്ന തഫ്സീറുകളുണ്ട്. ആ തഫ്സീറുകൾ രണ്ടായിട്ട് പിന്നീട് പണ്ഡിതന്മാര് മാറ്റുന്നുണ്ട്. ഒന്ന് പിന്നെ സ്വീകാര്യമായ ഒരു മഹ്മൂദായ തഫ്സീറുകള്, മറ്റൊന്ന് മദ്മൂമായ, അത് നമ്മുടെ ചില ചിന്താ വൈകല്യങ്ങൾക്ക് ഒരു പക്ഷേവാണെങ്കിൽ കാരണമായേക്കാവുന്ന ചില വിശദീകരണങ്ങൾ. അപ്പോ എല്ലാ തഫ്സീറും എല്ലാവർക്കും അത് അങ്ങനെ വായിക്കാൻ പറ്റുന്ന ഒന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ രണ്ടായി മാറ്റുകയും അതില് മഹ്മൂദായ തഫ്സീറുകളെ പിന്നെ എടുത്തു കാട്ടുകയും ചെയ്യുന്നുണ്ട്. ഇസ്ലാമിക ലോകത്ത് അത്തരത്തിലുള്ള പഠനങ്ങളും മഹാരഥന്മാരായ പണ്ഡിതന്മാര് ഈ തഫ്സീറിന് ഉസൂലെല്ലാം തന്നെ നിർമ്മിച്ചതുപോലെ തന്നെ തഫ്സീറുകൾക്കിടയിലും ഇത്തരത്തിലുള്ള പിന്നെ വേർതിരിവുകൾ നടത്തി ഏത് വായിക്കണം ഏത് വായിക്കരുത് എന്നെല്ലാം തന്നെ മനുഷ്യരുടെ പിന്നെ എന്താ പറയാ ഭൂരിപക്ഷ മനുഷ്യരെ മുമ്പിൽ വെച്ചുകൊണ്ടുള്ള ചില സമീപനങ്ങളെല്ലാം തന്നെ തഫ്സീറിന്റെ ലോകത്ത് മഹാരഥന്മാരായ പണ്ഡിതന്മാർ നിർവഹിച്ചിട്ടുണ്ട്. അപ്പോ ഇതിൽ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഇമാം ആലൂസിയുടെ എല്ലാം തന്നെ റൂഹുൽ മആനിയെ പോലെയുള്ള തഫ്സീറുകളെല്ലാം തന്നെ സൂക്ഷിച്ച് വായിക്കേണ്ടതാണ് എന്ന് പിന്നെ പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. പ്രത്യേകിച്ച് പിന്നെ സലഫുകൾക്ക് അഭിപ്രായമുണ്ട്. അതെല്ലാം സൂക്ഷിച്ച് വായിച്ചു പോകണം. ഒരു പക്ഷേവാണെങ്കിൽ നമുക്ക് പിന്നെ ശരീഅത്തില് അഗാധമായ അറിവുകളില്ലാതെയായി പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വിലയിരുത്താൻ നമുക്ക് കഴിയാതെ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷെ തെറ്റായ ചില പിന്നെ വഴിയിലേക്ക് ചില വൈകല്യമുള്ള ചില ചിന്തയിലേക്ക് നമ്മൾ പോയേക്കാം എന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരുണ്ട്. അങ്ങനത്തെ അത്തരത്തിലുള്ള തഫ്സീറുകൾ ധാരാളമുണ്ട്. അപ്പോ ഇവിടെയും അങ്ങനെയെല്ലാം കുറെ സംഗതികളെല്ലാം നമ്മളിത് വിശദീകരിച്ചു പോകുമ്പോൾ പിന്നെ സൂക്ഷ്മതയോടുകൂടി പിന്നെ അത് വിശദീകരിക്കേണ്ടതുണ്ട്, സൂക്ഷിച്ച ആ വിഷയം കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. കാരണം നമ്മളിതെല്ലാം പറയുമ്പോൾ നമ്മളും ജീവിക്കുന്ന ഒരു ലോകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മളും ഹുക്കുമിന്റെ ലോകത്ത്, ശരീഅത്തിന്റെ ലോകത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. ഹറാമ് ഹലാല് എന്നെല്ലാം പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോ നമ്മളും ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള ഉദ്ധരണികളും നടത്താതെ തന്നെ നമ്മൾ പോണത്. ഞാൻ ഈ ഒരു സംഭവം നോക്കിയിരുന്ന് ഇതിനെ പിന്നെ ഒന്ന് ഇവരെല്ലാം എങ്ങനെയൊക്കെയാണ് പറയണത് എന്ന്, പ്രത്യേകിച്ച് പിന്നെ ഇമാം ആലൂസിയെ പോലെയുള്ള മഹാപണ്ഡിതന്മാരെല്ലാം ഈ വിഷയത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നെല്ലാം നോക്കിയിരുന്നു. പക്ഷേ അത് ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മളെ ഒരു ഭൂമികയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയൊന്നുമല്ല. അതെല്ലാവർക്കും ആ വിഷയത്തെ താങ്ങുവാനോ അല്ലെങ്കിൽ ഉൾക്കൊള്ളുവാനോ അത്തരത്തിലുള്ള ഒന്നിനെ ആ രൂപത്തിൽ തന്നെ നോക്കിക്കാണുവാനോ പിന്നെ കഴിയൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിൽ തന്നെ അത്തരത്തിലുള്ള വൈകല്യങ്ങളൊന്നും സംഭവിക്കാതിരിക്കാന് മാക്സിമം നമ്മൾ അതിൽ നിന്ന് മാറി സഞ്ചരിക്കലേക്കാരെ ഹൈറ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓരോരുത്തരും അവര് എന്താക്കിയ വായിച്ചു പോവുക. കാരണം ഈ പണ്ഡിതന്മാരെ ഇപ്പൊ ഈ ഉസൂലെല്ലാം പറയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഒരു മൊത്തം സമൂഹത്തെ വെച്ചുകൊണ്ടാണ് ഒരു കാര്യത്തെ വിലയിരുത്തുക. അതിൽ ചില സംഗതികള് അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന, അതിന്റെ ശരിയും തെറ്റും വേർതിരിച്ച് അതിനെ നന്നായി മനസ്സിലാക്കി പോകാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ ഒരു വിഷയം നമ്മൾ അങ്ങ് പറയുമ്പോൾ നമ്മൾ മൊത്തം സമൂഹത്തെ കണ്ടിട്ടായിരിക്കണം ഒരു വിഷയം നമ്മൾ പറയേണ്ടത്. അല്ലെങ്കിൽ അതിനിടയിൽ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോ അത് നമ്മളും എന്താക്കേണ്ടതുണ്ട്, അത് സൂക്ഷിച്ചിട്ട് ആ രൂപത്തിൽ തന്നെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അതാണ് എന്റെയും അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം അങ്ങനെ ആണോ അല്ല എന്ന് എനിക്കറിയില്ല. എങ്കിലും അല്ലാഹു നമ്മൾക്കെല്ലാം ബസീറത്ത് നൽകട്ടെ, ഹിക്മത്ത് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. പിന്നെ ഞാനിന്ന് ഇങ്ങനെ ആമുഖമായിട്ട് ചിലതെല്ലാം പറയണമെന്ന് കരുതിയതാണ്. കാരണം ലോകത്ത് പലതും നടന്നുകൊണ്ടിരിക്കുന്നു, പല വിഷയങ്ങളും നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയും അറിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിലും തന്നെ ഒരു അള്ളാഹുവിന്റെ വഹയിന്റെ പ്രകാശത്തോടൊപ്പം നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെക്കാൻ നമുക്ക് സാധിക്കണം.
ആ വഹി കൊണ്ടുള്ള ആ വഹി എന്ന് പറയുന്നത് ഒരു പ്രകാശാണല്ലോ. പിന്നെ അത് അൻസൽന ഇലൈക്കും നൂറം മുബീന, ഒരു വ്യക്തമായ നൂറിനെ നാം ഇറക്കിയിരിക്കുന്നു എന്നെല്ലാം പറയുമ്പോൾ ഒരു നൂറിനോട് കൂടെ പ്രകാശത്തോടൊപ്പം ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പൊ ഖുർആനുമായിട്ട് അഗാധമായിട്ട് നമ്മൾ എപ്പോഴും ബന്ധപ്പെടണം. രാവിലെയും വൈകുന്നേരവും ഉറങ്ങുന്നതിന് മുമ്പെല്ലാം തന്നെ അള്ളാഹുവുമായിട്ടുള്ള ഒരു സംവാദമാണല്ലോ ഇത്. അപ്പോ നന്നായി ഖുർആൻ പഠിച്ച് അറബി അറിയാത്തവര് അതെല്ലാം തന്നെ അറിയുന്നവരിൽ നിന്ന് നന്നായി പഠിച്ച് നമ്മളെല്ലാം ഒറ്റപ്പെടുന്ന ഒരു നിമിഷമുണ്ട്. ഒരു പക്ഷെ നമ്മളെല്ലാം സമയം അള്ളാഹു ഈ പറഞ്ഞതുപോലെ എങ്ങനെയാണ് നിർണയിക്കപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. അപ്പൊ അള്ളാഹു നമ്മൾക്കെല്ലാം തന്നെ പിന്നെ പ്രഭാതത്തിലുള്ള ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ, എന്ത് അള്ളാഹു മാഫിനി ഫി ബദനി, അള്ളാഹു മാഫിനി ഫി സമഇ വ ബസ്വരി എന്നെല്ലാം പറയുന്നത് പോലെ നമ്മൾ ഈ നിമിഷം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ ഞങ്ങളുടെ ഞങ്ങളുടെ ശരീരത്തിൽ, ഞങ്ങളുടെ കാഴ്ചയിൽ, കേൾവിയിലെല്ലാം തന്നെ അള്ളാഹുവെ ആരോഗ്യം പ്രദാനം ചെയ്യണേ എന്ന് അള്ളാഹുനോട് പ്രാർത്ഥിക്കുകയാണ്. നമ്മളെ സമയത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യണേ, ഞങ്ങളുടെ സമയം ഞങ്ങൾക്ക് നീട്ടി നൽകണേ എന്നെല്ലാം അള്ളാഹുവിനോട് നമ്മൾ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മളെ ജീവിതത്തെ ഇതെല്ലാം പറഞ്ഞു പോകുമ്പോൾ വലിയ വലിയ ചിന്തകൾ, വലിയ വലിയ പിന്നെ തോട്ടുകളെല്ലാം തന്നെ നമ്മുടെ മനസ്സിലും ചിന്തയിലും നിറഞ്ഞു നിൽക്കേണ്ടതുണ്ട്. ആ വഹയിന്റെ വെളിച്ചത്തിൽ, അതിന്റെ പ്രഭയിൽ നമുക്ക് ജീവിക്കാൻ കഴിയേണ്ടതുണ്ട്. നമ്മളെ മക്കൾക്ക് ആ അറിവിനെ നമ്മൾ പകർന്നു നൽകേണ്ടതുണ്ട്. നമ്മൾ ഓരോ ദിവസം കഴിയും തോറും വളരെ സങ്കീർണമായ ഒരു പ്രശ്നങ്ങളെ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സൊസൈറ്റി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊലകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, അക്രമങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ പിന്നെ എന്താ പറയാ, അന്ധത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഫിത്തനകൾ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു വളരെ സങ്കീർണമായ ഒരു ലോകത്തേക്കാണ് നമ്മൾ ഓരോ ദിവസവും കാൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയെല്ലാം നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ചിന്തയെ ക്രമീകരിക്കാൻ, അതിനെ ബലിഷ്ഠമാക്കി നിർത്തുവാൻ, അള്ളാഹുവിന്റെ ചിന്തയിലായി കൊണ്ടുപോകുവാൻ, നമുക്കും നമുക്ക് ചുറ്റുമുള്ളവർക്കും നമ്മിലൂടെ നന്മ മാത്രം പകർന്നു നൽകുവാൻ, നല്ലത് മാത്രം പകർന്നു നൽകുവാൻ കഴിയുമാറുള്ള ജീവിതക്രമം നമ്മൾ ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. അതിനനുസരിച്ച് നമ്മൾ ഖുർആനെ സമീപിക്കുക, അമ്പിയാക്കന്മാരെ സമീപിക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ പിഴവുകൾ അള്ളാഹു പൊറുക്കട്ടെ. നമ്മളെ മാതാപിതാക്കൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. നമ്മളെ മക്കളെ, നമ്മളെ നമ്മളെ ബന്ധുമിത്രാദികളെയും എല്ലാം തന്നെ അള്ളാഹു സ്വാലിഹീങ്ങൾ അള്ളാഹു ഉൾപ്പെടുത്തുകയും നാളെ അള്ളാഹുവിന്റെ സന്നിധിയിൽ വിജയം വരിക്കുന്നവരിൽ അള്ളാഹു നമ്മളെല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. വാഹൃദാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.